അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചോറും കൂട്ടാനും ഉപ്പേരിയും കറിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അന്ന് വന്നിരിക്കുന്നത്. ഞാൻ ചായം കടി ഉണ്ടാക്കണതിൽ കൂടെ ചായം കടി പകുതിയൊക്കെ കാണുമ്പോൾ ഞാൻ തീ ഒടിപ്പിക്കാണ്ട് നോക്കും ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീയൊക്കെ ഒടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചായം കൂടിയും കാര്യങ്ങളും പാത്രം കഴിക്കലൊക്കെ നടക്കും. അത് തിളച്ച് തീയൊക്കെ കത്തി ആയി കാഞ്ഞൊക്കെ വരുമ്പോഴത്തേന്. അപ്പോൾ ഇന്ന് ഞാനേ ഉപ്പേരിക്ക് കിട്ടിയിരിക്കുന്നത് ബീൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. എത്ര ചെറുതാക്കി എരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നല്ല ടേസ്റ്റ് ആട്ടത് ബീൻസ്. അപ്പോൾ ഈ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളി. വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് കണ്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കോട്ടെ. ഏതായാലും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താളി. നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്താളി. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാഞ്ഞിട്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ബീൻസ് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ. എന്നിട്ട് നമുക്കൊരു കയ്യിലോണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ ഒരു ചട്ടകം കൊണ്ടായിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ കടുകൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ബീൻസിനുള്ള ഭാഗത്തേക്ക് ആയിക്കോട്ടെ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താളിട്ടാ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോളി. എല്ലാ ഭാഗത്തേക്കും ബീൻസിന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. ഇളക്കാതെ ഒരു ഭാഗത്ത് മാത്രം ഉപ്പാവണ്ട, എല്ലായിടത്തും കണ്ട് തട്ടണ പോലെ അങ്ങോട്ട് ഇളക്കിക്കോളി. ഇതിക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ടിട്ട, വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമുക്കൊരു പാത്രം കൊണ്ട് മൂടിയോണ്ട് മൂടിയൊക്കെ കുറച്ച് നേരം. അപ്പോൾ തന്നെ ഇങ്ങനെ റെഡി ആയി വന്നുള്ളൂ. ഇതാ നന്നായിട്ട് ഇങ്ങനെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കൊണ്ട് ഇളക്കി കൊടുത്തോളിട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. തേങ്ങ കൂട്ടിയിട്ടുള്ളൊരു ചമ്മന്തി അരപ്പ്. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും കൊടുത്തിക്കണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ്ട് ചമ്മന്തിയാണ് പൊടിക്കുക. ചമ്മന്തിയാണ് പൊടിച്ചെടുത്തിക്കണേ ഞാനത്. ഇനി നമുക്കത് ബീൻസിലേക്ക് ഇട്ട് കൊടുക്കുക. ചിലർ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ തേങ്ങ കൂട്ടിലേക്ക് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കി. ആ തേങ്ങൻ്റെ പച്ചച്ചൊവ്വൊക്കെ കണ്ട് മാറണത് പോലെ നന്നായിട്ട് വാറ്റി കൊടുത്താളിട്ടാ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്നുകൂടി മൂടിയേക്കാം കേട്ടോ. അതിൻ്റെ പച്ചച്ചൊവ്വൊക്കെ ഒന്ന് മാറുന്നത് വരേക്ക് ഒന്നും കൊണ്ട് മൂടിയേക്കാം. ഒന്നും കൂടി ഒന്ന് ആയിക്കോട്ടെ, വെന്തോട്ടെ. അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ബീൻസ് തോരനില്ല. അത് ഇതവിടെ നല്ല റെഡി ആയിട്ട് വന്നിക്കണം. പച്ചച്ചൊവ്വൊന്നും ഇല്ല. തേങ്ങേൻ്റെ പച്ചച്ചൊവ്വൊക്കെ മാറിയും ചെയ്തിരിക്കണം. ബീൻസ് തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിക്ക് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ചിങ്ങനെ അതവിടെ തിളച്ച് മറിയണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഫ്ലാസ്കിലേക്ക് ഞാൻ മുക്കുകയാണ്. ആദ്യം അത് ചെയ്യും. തിളച്ച വെള്ളം ഒരു ഫ്ലാസ്കിലേക്കാണ് മുക്കി വെക്കും. പിന്നെ നമ്മൾ അരി ഇടുള്ളൂ കേട്ടോ. അരി കഴുകുന്നതിന് ആദ്യം ചുടുവെള്ളത്തിലിട്ട് ആദ്യം ഒന്നാമത്തെ പ്രാവശ്യം ചുടുവെള്ളത്തിൽ കൊണ്ട് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടാണ് പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി കൊണ്ട് അതാണ് മൂടി വെക്കുക. അപ്പോൾ അതിന് പിന്നെ അത് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ അത് ഞങ്ങൾ ചെമ്മീനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെമ്മീനോട് കുറച്ച് മുളകിടും ചെയ്യുക, കുറച്ച് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കറിയൊക്കെ മാറ്റി വെച്ചും ബാക്കി കായം തേച്ചും വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ചെമ്മീൻ മുളകിട്ടാലോ നോക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഞാൻ കുറച്ച് ചെമ്മീൻ മുളകിടാൻ ചെറിയുള്ളിയും ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയ ചീരക കൊടുത്തിട്ട് അത് മിക്സീൻ്റെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 തക്കാളി എടുത്തിട്ട് അതിൻ്റെ മേലത്തെ ഭാഗമില്ല അതങ്ങനെ കത്തിക്കൊണ്ടുകൊണ്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കണ്ട് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മേൽ ഒന്ന് മാറ്റിയെടുക്കുമല്ലോ, തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് വേഗം തിളച്ചിട്ടാൽ വേണ്ടി ഞാൻ കുറച്ച് മൂടി കൊണ്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൊണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതുപോലൊക്കെ ചെയ്യലുണ്ടാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യും. നമ്മളെ തക്കാളിയൊക്കെ അത് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ മേലെ നിന്ന് ഇങ്ങനെ ഊരിപ്പോരുന്ന രൂപത്തിലേക്കാണ് തൊലി. അപ്പോൾ ഞാൻ ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്താണ്. അപ്പം ഞാനതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചവായക്കുണ്ട്. അപ്പോൾ അതായിട്ട് നിങ്ങൾ ഏതായാലും ചെമ്മീനിലിടാൻ വിചാരിച്ച് തൊലിയിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കാണാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴത്തേന് നമ്മളെ തക്കാളിയൊക്കെ ചൂടാറുകയും ചെയ്തിരിക്കണം. അപ്പോൾ ഞാനത് 2-3 കഷ്ണമാക്കി കണ്ട് ഉറുക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ നിങ്ങൾ അടിഞ്ഞിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് കേട്ടോ. ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നു. അതൊക്കെ അവിടെ റെഡിയായി വന്നപ്പോൾ നമ്മൾ ചോറൊക്കെ തിളച്ച് മറിഞ്ഞ് വെന്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ചിനല്ല അരിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വേഗം റേഷൻ അരി ആയതുകൊണ്ട് അപ്പോൾ അത് ഞാനത് മാറ്റി വെച്ചിട്ട് ഊറ്റാൻ നോക്കുകയാണ്. അപ്പോൾ വേണ്ട ഊറ്റി വെച്ചാൽ റേഷൻ അരി വേഗം കൊണ്ട് ഊറ്റിയിടണമല്ലോ, അല്ലെങ്കിൽ വേവേറി പോകുമല്ലോ. അപ്പോൾ അതവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഓരോന്ന് ഇങ്ങനെ ഊറ്റിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറൊക്കെ ഊറ്റിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ്മിനാണ്ട് വെച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ബാക്കി കറീൻ്റെ പരിപാടികളൊക്കെ നോക്കല. അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് പൊരിഞ്ഞൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തും ചെയ്ത്. പിന്നെ ആ അടുപ്പത്തേക്കാണ് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയല്ലേ നല്ല രസം ഇതിന്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ ഉലുവ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചിനില്ലേ കൂട്ടുകൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നന്നായിട്ടാണ് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചക്കായ ഉണ്ടല്ലോ നുറുക്കി വെച്ചിന അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വാഴക്ക കൊണ്ട് വേവണ്ടേ, അതിന് വേണ്ടി വേഗം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചവാഴക്കൊക്കെ ഇങ്ങനെ വാടി റെഡിയായി വരുമ്പോഴത്തേന് നമ്മൾ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇല്ല അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ച ചൊവ്വയൊന്ന് മാറിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം, ഒന്ന് വെന്ത് റെഡിയായി കിട്ടിയിട്ട് വെച്ചിട്ട് പച്ചവാഴക്ക ഒന്ന് വേവണ്ടേ. വാഴക്ക ഞാൻ ഇട്ടതാണ് എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അത് ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഉപ്പേരി വെക്കാനൊന്നും തികയില്ല. അപ്പോൾ അത് ഞാനത് ഇട്ട് കൊടുത്താണ്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലൊന്നും പിടിക്കണം, നല്ല തീയാണ്. അപ്പോൾ പിന്നെ വേണ്ട ഇളക്കി കൊടുക്കലും കാര്യങ്ങളും നടത്തണം. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണ്ട, നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ഇട്ടോളി. എൻ്റെ മറ്റ് സാധാ മുളകും പൊടി പിന്നെ 1-1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണത് വരേക്കാണ് വഴറ്റി കൊടുക്കുക. നല്ല അടുപ്പ് നല്ല കത്തലാണ് കത്തുന്നത്. അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിന് പുളിവെള്ളം ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത് കുടംപുളിയാണെങ്കിൽ ഒഴിക്കണമെങ്കിൽ അത് ചെയ്യാം, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. പുളിവെള്ളം മുളകിടുന്നേക്ക് പുളിവെള്ളമാണ് നല്ല ടേസ്റ്റ്. ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിക്കണേ. തേങ്ങ അരക്കണേക്കൊക്കെ കുടംപുളി ഇടല് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ആ പുളിവെള്ളത്തിന് പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വെള്ളം വേണം, കറിക്ക് എത്ര വെള്ളം വേണം നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. തിക്നെസ്സാണ് വേണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല കൂടുതൽ വേണമെങ്കിൽ തോനണ്ട് ഒഴിച്ചോളൂ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിരുന്നു. അപ്പോൾ അത് മൂടിയൊക്കെ തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിനല്ല, അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ വേഗം കണ്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഒന്നുകൊണ്ട് മൂടി വെച്ച് തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പോൾ എന്നാൽ കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നപ്പോൾ നല്ല തിളച്ച് ചെമ്മീനൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വന്നിക്കണം. നല്ല കത്തിന് അടുപ്പാണ്. വേഗം പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞോളൂ. ഗ്യാസ്മ വെക്കണ പോലെ അല്ല, അടുപ്പിലാകുമ്പോൾ വേഗം കഴിഞ്ഞോളൂ. അപ്പം ഞാൻ അത് എന്ത് വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ച് വേറെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പുണ്ടല്ലോ, അത് ഞാൻ ഇട്ടെടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയുള്ളി തൂമിക്കണം എന്നുണ്ടെങ്കിൽ അത് തൂമിച്ചോളി. ഞാൻ തൂമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചെറിയുള്ളിയും തൂമിച്ചിട്ട് കണ്ട് അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും അറിയണമല്ലോ ചെറിയുള്ളി തൂമിക്കണമൊക്കെ. അപ്പോൾ ഇത് നമ്മളെ ചെമ്മീൻ കറിയുടെ മുളക് കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് അഭിപ്രായം പറയും. ഇങ്ങനെ ഉണ്ട് നമ്മളെ ചെമ്മീൻ കറി. നല്ല ടേസ്റ്റ് ഉണ്ടോ? ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ തിന്നാം. നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഇപ്പം നമ്മൾ ചെമ്മീൻ കറിയും ബീൻസ് തോരനൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.